നിനക്കായി പൂത്തുരൻ കർണികാരങ്ങളെ കാണാതെ പോയതെന്തേ. കർണാട്ടിക് മ്യൂസിക്കിലേക്ക് വീണ്ടും ഒന്നും കൂടി ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്ത് അതിലെ പെർഫോമൻസ് കുറച്ചും കൂടി വർദ്ധിപ്പിക്കുക, അതുപോലെ തിയറി കാര്യങ്ങൾ പഠിക്കുക. കൂടാണ്ടല്ലാണ്ട് മറ്റ് ചില മ്യൂസിക് ഫോംസ് ഞാൻ ഇപ്പോൾ കഴിയുന്നത്രയും ഇല്ലത്ര ഞാൻ റിസർച്ച് ചെയ്യാറുണ്ട് അതിനെപ്പറ്റി. എന്നാലും അതിനെപ്പറ്റി വീണ്ടും ഡീപ്പായി പഠിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. കലാദേവതയുടെ അനുഗ്രഹ വർഷ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിലെ സംഗീത പ്രതിഭയാണ് എ രാംപ്രസാദ് വെള്ളിക്കൊത്ത്. രാജപുരം സെൻറ് പൈസ് കോളേജിലെ 3ാം വർഷ BSc വിദ്യാർത്ഥിയായ രാംപ്രസാദ് ലളിതഗാനത്തിൽ എ ഗ്രേഡുടെ 1ാം സ്ഥാനവും കർണാടക സംഗീതം, ഗസൽ എന്നിവയിൽ 2ാം സ്ഥാനവും കഥകളി സംഗീതത്തിൽ എ ഗ്രേഡുടെ 3ാം സ്ഥാനവും നേടിയാണ് സംഗീത പ്രതിഭാ പദവി സ്വന്തമാക്കിയത്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ രാംപ്രസാദ് സ്കൂൾ കലോത്സവ സംഗീത മത്സരങ്ങളിൽ മത്സരിച്ച് സമ്മാനം നേടി പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാന നായകനായിരുന്ന പ്രശസ്ത സംഗീത നാടക കലാകാരൻ വിദ്വാൻ പി കേളു നായരുടെ സഹപ്രവർത്തകനായിരുന്ന പുറവങ്കര കുഞ്ഞിക്കോരൻ നായരുടെ പിന്തലമുറക്കാരനാണ് രാംപ്രസാദ് വെള്ളിക്കൊത്ത്. ഇനി നമുക്ക് രാംപ്രസാദിൻ്റെ സംഗീത വിശേഷങ്ങളിലേക്ക് പോകാം. ചെറുപ്പത്തിൽ കുറേ സിനിമാ പാട്ടുകൾ അങ്ങനെയൊക്കെ മൂളി നടക്കാറുണ്ടെന്നും, അപ്പോൾ അത് ഏറ്റവും ആദ്യം ശ്രദ്ധിച്ചത് അമ്മയായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു. പിന്നീട് ഒരു ഗുരുനാഥനെ തേടാനുള്ളൊരു തിരക്കിലായി. അപ്പോൾ അവിടുന്ന് പിന്നെ വെള്ളിക്കോത്ത് വിഷ്ണുഭട്ട് എന്ന ഏറെ പ്രശസ്തനായ സംഗീതജ്ഞൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പിന്നീട് പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ 14 വർഷമായി പഠിക്കുന്നു. അദ്ദേഹം ആണെങ്കിൽ ഇപ്പോഴും എപ്പോഴും ജില്ലയിലെ ഏറ്റവും മികച്ച ക്ലാസിക്കൽ മ്യൂസീഷ്യൻസിൻ്റെ വ്യക്തിയാണ്. ഒരു പെർഫോമറാണ്, അതുപോലെ അതിലും മികച്ചൊരു അധ്യാപനം കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 30-40 വർഷം സ്കൂളുകളിൽ സംഗീതാധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഓർമ്മ എന്താ വെച്ചാൽ, ഞാൻ 8ലുണ്ടാകുമ്പോൾ മാഷ് വെള്ളിക്കോട് സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആവുകയും അവിടുന്ന് പിന്നെ മാഷ് റിട്ടയർ ആവുന്നവരെ സംഗീതാധ്യാപകനായി മാഷ് പ്രവർത്തിച്ചിട്ടുണ്ട്. അതേ സമയത്താണ് നമ്മൾ സംസ്ഥാന കലോത്സവത്തിൽ ഗ്രൂപ്പ് സോങ്ങിനും അങ്ങനെ മാത്രമല്ല ഇൻഡിവിജ്വലി ആയാലും, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കർണാടക സംഗീതം, ലളിതഗാനം, അതുപോലെ മറ്റ് ഇനങ്ങളിൽ മാഷ് ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ഓർമ്മകളാണ്. മാഷിൻ്റെ പഠിപ്പിക്കുന്ന ശൈലികൾ ഭയങ്കര വ്യത്യാസമാണ്. കാരണം ഒരു ടെക്സ്റ്റ് ബുക്ക് രീതിയല്ല, മാഷിൻ്റെ രീതിയിൽ സ്റ്റുഡൻസിന് എങ്ങനെയാണ് ഒരു കൃതി അല്ലെങ്കിൽ കോമ്പോസിഷൻ എങ്ങനെയാണ് നമ്മൾ കൺസീവ്, എങ്ങനെയാണ് മനസ്സിലായിപ്പിക്കുക, അതെല്ലാം മാഷിൻ്റെ രീതിയുണ്ട്. പിന്നെ മോസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് മാഷ്. ഇപ്പോൾ നമ്മൾ മാഷിൻ്റെ വീട്ടിൽ പോയാലും ചിലപ്പോൾ അമ്പലത്തിൽ പ്രസാദം അങ്ങനെ ഉണ്ട്, അപ്പോൾ എപ്പോഴും ഭക്ഷണം കഴിപ്പിച്ചേ വിടും. അങ്ങനെയും കുറേ കാര്യങ്ങൾ നല്ല ഓർമ്മയുണ്ട്. കുറേ ഓർമ്മകളുണ്ട്, പറഞ്ഞാൽ തീരാറില്ല. എന്നാലും ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. എൻ്റെ വീട് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്ത് വെള്ളിക്കോത്ത് എന്ന സ്ഥലത്താണ്. അച്ഛൻ ശ്യാംബാബു ഏറെ വർഷങ്ങളായി മാധ്യമരംഗത്ത് സജീവമാണ്. അമ്മ പ്രഭ വീട്ടമ്മയാണ്. അതുകൂടാണ്ട് ഓൺലൈൻ മാധ്യമരംഗത്തും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അനിയത്തി ശിവത ഇപ്പോൾ കാഞ്ഞങ്ങാട് ചിന്മയ വിദ്യാലയത്തിൽ 3ാം
ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കുടുംബ പാരമ്പര്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ്റെ വല്യച്ഛൻ പുറവങ്കര കുഞ്ഞിക്കോരൻ, അദ്ദേഹം സംഗീതജ്ഞനായിരുന്നു, പിന്നെ ഒരു വൈദ്യൻ, അതുപോലെ വിദ്വാൻ പി കേളുനായരുടെ ഏറെ സംഗീത നാടകങ്ങളിൽ പ്രമുഖ വേഷം ചെയ്തൊരു വ്യക്തിയായിരുന്നു. പാരമ്പര്യം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പറ്റി ആദ്യം പറയേണ്ടത്. കൂടാതെ തന്നെ അമ്മയുടെ സഹോദരി രേവതി അരുൺ ഏറെ വർഷമായി സംഗീത രംഗത്തുള്ള ആളാണ്, മ്യൂസിക് ടീച്ചറാണ്, അതുപോലെ പെർഫോമറും കൂടിയാണ്. ഞാൻ വെള്ളിക്കുത്ത് സ്കൂളിൽ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം കലോത്സവത്തിന് പങ്കെടുത്തത്. അന്ന് ശാസ്ത്രീയ സംഗീതമായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. അന്നൊന്നും കിട്ടിയിരുന്നില്ല. പിന്നീട് 7ാം ക്ലാസ്സിൽ ഉണ്ടാകുമ്പോൾ തൃക്കരിപ്പൂരായിരുന്നു ജില്ലാ കലോത്സവം ഉണ്ടായത്. അന്ന് ശാസ്ത്രീയ സംഗീതം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോയിൻറ്റ് സെക്കൻഡ് ആയിരുന്നു. തുടർന്ന് 10ാം ക്ലാസ് വരെ ശാസ്ത്രീയ സംഗീതത്തിന് മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ 8ാം ക്ലാസ്സും ജില്ലയിലെത്തിയിട്ടുണ്ട്. തുടർന്ന് 9ലുണ്ടാകുമ്പോൾ ശാസ്ത്രീയ സംഗീതവും ലളിതഗാനവും പിന്നെ സംഘഗാനവും സംസ്ഥാന തലത്തിലേക്ക് പോയിട്ടുണ്ട്. 3 A ഗ്രേഡ് ആയിരുന്നു. പിന്നീട് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ 2019 കാഞ്ഞങ്ങാട് കലോത്സവത്തിൽ നേരത്തെ ശാസ്ത്രീയ സംഗീതവും അതുപോലെ സംഘഗാനവും മത്സരിച്ചിരുന്നു. 2നും A ഗ്രേഡ് ആയിരുന്നു. പിന്നീട് 2 വർഷം കോവിഡ് മൂലം മത്സരിക്കാൻ പറ്റിയിരുന്നില്ല, കലോത്സവങ്ങളില്ലാത്തതുകൊണ്ട്. പിന്നെ വീണ്ടും കലോത്സവങ്ങൾക്ക് തിരിച്ചു വരുന്നത് ഞാൻ സെൻറ്റ് പയസ് കോളേജിൽ ജോയിൻ ചെയ്തതിനു ശേഷം കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾക്കാണ്. 3 വർഷം അവിടെ മത്സരിച്ചു. 2022 കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന രാജപുരം സെൻറ്റ് പയസ് കോളേജിൽ BSc ഫിസിക്സിന് ചേർന്നു. അതിനുശേഷമുള്ള 3 വർഷം ഇപ്പോൾ ഈ അടുത്ത് SN കോളേജിൽ ഉണ്ടായവരെ കലോത്സവങ്ങൾ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഇയർ ഉണ്ടാകുമ്പോൾ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് വെച്ചായിരുന്നു കലോത്സവം ഉണ്ടായത്. അന്നും എപ്പോഴും പോലെ കർണാടക സംഗീതത്തിന് 1ാം സ്ഥാനം കിട്ടിയിരുന്നു, ലളിതഗാനത്തിന് 3ാം സ്ഥാനമായിരുന്നു. പിന്നീടുള്ള വർഷം മുന്നാട് പീപ്പിൾസ് കോളേജിൽ ഉണ്ടായ കലോത്സവത്തിൽ ഗസലിന് 3ും ലളിതഗാനം 3ും അതുപോലെ കർണാടക സംഗീതം ഫസ്റ്റ് ആയിരുന്നു. चंद फसाने याद आए, चंद फसाने याद आए, तुम याद आए और तुम्हारे साथ ज़माने याद. ഇത്തവണത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവം കണ്ണൂർ തോട്ടട SN കോളേജ് വെച്ചാണ് നടന്നത്. അപ്പോൾ ഇത്തവണ 4 ഇനങ്ങളിലാണ് മത്സരിച്ചത്. അതിൽ ലളിതഗാനം A ഗ്രേഡ് ഫസ്റ്റ് പ്രൈസ്, കർണാടക സംഗീതം ഗസൽ എന്നിവയിൽ A ഗ്രേഡ് സെക്കൻഡ് പ്രൈസും അതുപോലെ കഥകളി സംഗീതത്തിൽ A ഗ്രേഡ് തേർഡ് പ്രൈസാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ സംഗീത പ്രതിഭ എന്ന ടൈറ്റിലും കൂടി കിട്ടിയിട്ടുണ്ട്. ഡിസംബറിലാണ് ഞാനും അതുപോലെ തന്നെ വിസ്മയ് ചന്ദ്രശേഖർ എന്നൊരു ഡ്രമ്മറുണ്ട്. ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഡ്രമ്മർ എന്ന റെക്കോർഡ് നേടിയ വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അതുപോലെ ധീരജ് എന്നൊരു ഗിറ്റാറിസ്റ്റ് ഉണ്ട്, അദ്ദേഹം ഇപ്പോൾ ദുബായിലാണ്. നമ്മൾ 3 പേരും കൂടി ഒരു ബാൻഡ് ഫോം ചെയ്തിരുന്നു. അന്ന് നമ്മൾ ചെയ്തിരുന്നത് മെയിൻലി കോളേജ് ക്യാമ്പുകളും പ്രത്യേകിച്ച് NSS ക്യാമ്പിൻ്റെ ടൈമായിരുന്നു അന്ന്.
ആ ഒരു സമയത്താണ് നമ്മൾ ഈ ബാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. തുടർന്ന് ആ ഒരു വെക്കേഷൻ ടൈമിൽ 10 ദിവസം ടൈമിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വെഡ്ഡിങ് പ്രോഗ്രാംസും കാഞ്ഞങ്ങാട് ഭാഗത്തുള്ള അതുപോലെ ചില ഇവൻറ്റ്സ് നമ്മൾ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ബാൻഡായി ഒരു കുറച്ച് ഫേമസ് ആണ് തുടങ്ങിയത്. നമ്മൾ മ്യൂസിക് മാസ്റ്റേഴ്സ് എന്നൊരു ബാൻഡാണ് അതും തുടങ്ങിയത്, ഒരു 3 ആളുടെ ടീം. പിന്നീട് കുറച്ച് വലിയ പ്രോഗ്രാംസ് നമ്മൾ മറ്റ് ആർട്ടിസ്റ്റുകളുടെ കൂടെ ഏറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ഫീൽഡിൽ വന്നത്. പിന്നെ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവരുമായിട്ടുള്ള കണക്ഷൻസ് മറ്റു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചു. പിന്നെ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 വർഷമായി കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ മറ്റ് മെയിൻ ബാൻഡുകളും മ്യൂസിക് മാസ്റ്റേഴ്സ് കൂടാണ്ടല്ലാണ്ട് എൻ്റെ കോളേജിലെ കുറച്ച് സ്റ്റുഡൻസും നമ്മളും കൂടി, അതുപോലെ ഈ അടുത്ത് ഇപ്പോൾ അറിയപ്പെടുന്നൊരു വയലിനിസ്റ്റായി മാറുന്ന അഭിരാമിൻ്റെയും കൂടിയ നമ്മൾ ആരണ്യം എന്ന് പറഞ്ഞൊരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് കൂടാണ്ട് കാഞ്ഞങ്ങാട് ഭാഗത്ത് തന്നെ ചില ഫേമസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റലിസ്റ്റും ചില ആൾക്കാരെയും കൂടി നമ്മൾ സഹസ്ര എന്നൊരു റോക്ക് മെറ്റൽ ബാൻഡ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് തുടങ്ങി വരുന്നേ ഉള്ളൂ. കൂടാണ്ട് മറ്റു ചില മ്യൂസീഷ്യൻസിൻ്റെ കൂടെ 1-on-1 ആയി കൊളാബറേറ്റ് ചെയ്യാനും അങ്ങനെയെല്ലാം സാധിച്ചിട്ടുണ്ട്. பறந்து பின்னாலும் 5 வர்ணம் நெஞ்சிலிருக்கு. பஞ்சவர்ண கிளி நீ பறந்து பின்னாலும் 5 வர்ணம் நெஞ்சிலிருக்கு. மனசுக்குள்ள சடகுட சடகுடு மயக்கத்துக்கு மரத்துண குடுகுடு மனசுக்குள்ள சடகுட சடகுடு. കർണാട്ടിക് മ്യൂസിക്കിലേക്ക് വീണ്ടും ഒന്നും കൂടി ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്ത് അതിലെ പെർഫോമൻസ് കുറച്ചും കൂടി വർദ്ധിപ്പിക്കുക, അതുപോലെ തിയറി കാര്യങ്ങൾ പഠിക്കുക. കൂടാണ്ടല്ലാണ്ട് മറ്റ് ചില മ്യൂസിക് ഫോംസ് ഞാൻ ഇപ്പോൾ കഴിയുന്നത്രയും ഇല്ലത്ര ഞാൻ റിസർച്ച് ചെയ്യാറുണ്ട് അതിനെപ്പറ്റി. എന്നാലും അതിനെപ്പറ്റി വീണ്ടും ഡീപ്പായി പഠിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. അതുകൂടാണ്ട് പെർഫോമിങ് ഫീൽഡിലും കുറച്ച് സജീവമാണ്. ഇനിയും കുറച്ച് വളരാണ്ട് ആ കാര്യത്തിൽ. അക്കാഡമിക്കലി നോക്കുകയാണെങ്കിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പൂനെയിൽ സൗണ്ട് ഡിസൈൻ കോഴ്സ് പെർസ്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. അതിപ്പോൾ എക്സാംസ് നടന്നുകൊണ്ടൊക്കെയാണ്. അതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം ഉണ്ട് അത്രേ. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇപ്പോൾ മൈൻഡിലുള്ളത്. സംഗീതം ആണ് പറയുന്നുണ്ടെങ്കിൽ എന്തായാലും അതിൽ സക്സീഡ് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക. നന്ദി.